നമ്മുടെ ആറാം തമ്പുരാൻ സിനിമയിൽ പറയുന്ന പോലെ ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും സമമാണ്, എവിടെ പ്രവർത്തിക്കാനും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ അത് മുന്നോട്ട് വെക്കാനുണ്ടായ സാഹചര്യം അതായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ NSUവിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ദില്ലി സർവകലാശാലയുടെയും വിവിധ സംസ്ഥാനങ്ങളിലെ ചുമതലയായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഏതാണ്ട് ഒരു 15 ദിവസത്തിന് മുകളിൽ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതായ സാഹചര്യമുണ്ട്. അപ്പോൾ ആ ചിലവഴിക്കലെന്ന് പറഞ്ഞാൽ സമയം മാത്രമല്ല, നമ്മുടെ മറ്റ് സാമ്പത്തികവും ഒക്കെ ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ, പ്രത്യേകിച്ച് ഞാൻ NSUവിൽ നിന്ന് വന്നതിന് ശേഷം കഴിഞ്ഞ 5 കൊല്ലമായി വളരെ അഗ്രസീവായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ്. അത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സമരങ്ങളായിക്കൊള്ളട്ടെ, ആശയപ്രചരണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സംവാദവേദികളായിക്കൊള്ളട്ടെ, ഇതൊക്കെ എന്നാൽ കഴിവിൻ്റെ പരമാവധി, ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്. എന്നാൽ കഴിയുന്ന പരമാവധി പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഏറ്റവും അടിയന്തരമായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുമ്പോൾ എന്നെ ഇവിടെ തുടരാൻ, അത് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ മുന്നിൽ വെച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് നേതൃത്വത്തെ അറിയിച്ചോ? ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പുറകെ തന്നെ വലിയ രീതിയിൽ, അതായത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി എന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ കലാപം നടക്കുന്നു എന്നൊക്കെ പറയുന്നു. ശരിക്കും ഒരു വലിയൊരു വിഭാഗം ഇപ്പം ഈ പുതിയ പ്രഖ്യാപനത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആയിട്ട് അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തി ഉണ്ടോ ഈ വിഷയത്തിൽ? അല്ല, അങ്ങനെയല്ല. ഇത് നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം ശിരസാൽ വഹിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ കടമ. പക്ഷേ നമുക്ക് പറയാനുള്ള വേദികൾ ഈ പാർട്ടിയുടെ ഉള്ളിലുണ്ട്. ഈ പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയ അതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ പാർട്ടിയിൽ, അഭിപ്രായ ഭിന്നത പറയാനും ഒക്കെ ഈ പാർട്ടി എനിക്ക് അവസരം തന്നിട്ടുണ്ട്.